നമസ്കാരം, ഞാൻ ജോൾസൻ ശ്രീനാഥ്, തൃശ്ശൂരാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ മേക്കാട്ട് കളരി, എൻ്റെ കളരി മേക്കാട്ട് കളരിയാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു ജ്യോതിഷത്തിനെ കുറിച്ച്. ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് നമുക്ക് മാറാൻ എളുപ്പമല്ല. കാരണം ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഷയങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്തിരുന്ന വിഷയം. അവരുടെ നിത്യകർമ്മങ്ങളിലും അവരുടെ നിത്യകർമ്മം വെച്ചാൽ അവരുടെ കർമ്മം, പ്രധാനപ്പെട്ട കർമ്മത്തിലുണ്ടാവണ ബന്ധനാവസ്ഥകൾ അല്ലെങ്കിൽ കർമ്മത്തിലെ ബന്ധനങ്ങൾ, എല്ലാ പ്രവൃത്തികളുള്ളതായിട്ടുള്ള ബന്ധനങ്ങൾ, അത് നിസ്സാരമായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കില്ല. കാരണം അനേക കാര്യങ്ങൾ അതിനോട് ചർച്ച ചെയ്യാനുണ്ട്. നല്ല അവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്നൊരു വ്യക്തി പെട്ടെന്ന് എല്ലാവിധത്തിലും അധപ്പതിക്കുക, നാശം ഉണ്ടാവുക, അതിനൊക്കെ ജ്യോതിഷത്തിൽ പറയാറുണ്ട്. ഈ നിര്യാണം വിഷമാമയോ നിജനാപായോ ഗൃഹപ്രോഷണം സ്ഥാനഭ്രംശ തനക്ഷയാകല ശരീരസ്വാസ്ഥ്യ ദുഃഖാസിക എന്നുള്ളതായിട്ടുള്ള നിയമം കൊണ്ട് നോക്കുമ്പോൾ ഈ പെട്ടെന്ന് ഉണ്ടാകാവുന്ന ആപത്തുക്കളെയും ദുരിതങ്ങളെയും അതിൽ ശരിക്കും സൂചിപ്പിക്കുന്നുണ്ട്. അത് ഒരു വിധത്തിൽ പറയുന്നുണ്ട്. അത് ഈ ദേവഗോപാദികളുടെ രണ്ട് വിധമായിട്ട് അതിനെ പറയാറുണ്ട്. അത് സാത്വികമായിട്ട് നമ്മൾ ആരാധിക്കുന്ന ദേവതകളും മറ്റ് ബാധാമൂർത്തികളുടെയും ബന്ധം അതിൽ പറയാം. ഈ സാത്വികമായിട്ടുള്ള ദേവതകളുടെ വിഷയത്തിൽ നമുക്ക് ആപത്തുകൾ ഉണ്ടാവുകയാണെങ്കിലും നമുക്ക് പൊടുന്നതിനെ പരിഹരിക്കാം. പക്ഷെ മറ്റു വിഷയങ്ങളൊന്നും അങ്ങനെയല്ല. അത് നിരന്തരം അനുഭവിക്കേണ്ടി വരും. അത് നമ്മുടെ നല്ല അവസ്ഥകളിൽ നിന്നൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ വീഴാന്ന് പറഞ്ഞാൽ ആ അധപ്പതനം പിന്നീട് വരാൻ പറ്റാത്ത പോലെയാവും. മാനഹാനി, കർമ്മം നഷ്ടപ്പെടാം. അതിപ്പോൾ കച്ചവടങ്ങളോ ബിസിനസ്സുകളോ വിഷയങ്ങളാണെങ്കിൽ അവിടുത്തെ സഹായികളായിട്ടുള്ള വ്യക്തികൾ എല്ലാവരും നഷ്ടപ്പെടാം, ബന്ധങ്ങൾ നഷ്ടപ്പെടാം. ഈ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് രണ്ടാമത് നമ്മൾ തിരിച്ചെടുക്കാൻ നോക്കുമ്പോഴും നമുക്ക് സാധിക്കില്ല. അവിടെയാണ് ഇതിൻ്റെ ആ ദുരിതത്തിൻ്റെ ആ വ്യാപ്തി. അതാണ് ശരിക്കും നമ്മൾ പല ഘട്ടങ്ങളിലും നമ്മൾ വീണ്ടും ചിന്തിക്കും ഇതെല്ലാം വീണ്ടും ഒന്നും തുടങ്ങാൻ പറ്റുമെന്ന്. പക്ഷേ ഇല്ല, ഈ ദുരിതാദികൾ മാറാത്തതുകൊണ്ട് നമുക്ക് വീണ്ടും തുടങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ നല്ല ദേവതകളെ ബാധിച്ചാൽ രണ്ട് വിഷയങ്ങൾ പറയാം. ഈ ആരോഗ്യം, ധനസമായാനം, സുഹൃത്സംഭവം, ആ സ്ഥാനപ്രാപ്തി, ജന അനുരാഗ സുവിശോ എന്നുള്ളതായിട്ടുള്ള നിയമം കൊണ്ട് നോക്കുമ്പോൾ രണ്ട് നിയമങ്ങളോടെ പറയാം. നല്ല ഗുണങ്ങളുണ്ടായി, നല്ല കാര്യങ്ങളുണ്ടായി, അഭിവൃദ്ധികളുണ്ടായി. അപ്പോൾ നമുക്കത് മാറ്റിമറിക്കാനും പറ്റും ഈശ്വരാനുഗ്രഹം കൊണ്ട്. മറ്റു വിഷയങ്ങൾ നമുക്ക് അങ്ങനെയല്ല. അതൊരിക്കലും വളർച്ചയില്ലാത്ത ഒരു വിഭാഗമായിട്ട് മാറും. അവിടെ ഈ കർമ്മം എന്നുള്ളതായിട്ടുള്ള നാശത്തിന് മറ്റു ചില പ്രമാണങ്ങളും നമ്മൾ ഈ അതിൽ നിന്നൊക്കെ പോകുമ്പോൾ നമ്മൾ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കർമ്മം നശിക്കണമെന്നുള്ളതല്ല അവിടുത്തെ വിഷയം. പിന്നീട് ഏത് കർമ്മത്തിലേക്കും പോകാൻ സാധിക്കില്ല. നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും നമുക്കത് വളർച്ചയില്ലാണ്ട് അധപ്പതിക്കാൻ തന്നെ കാരണമാവും. അത് നമ്മുടെ മനസ്സിനെ തീരെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഈ നാശം നമ്മുടെ മനസ്സിനെ പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കാത്ത പോലെ നശിപ്പിച്ച് കളയും. അവിടെ നിന്നാണ് ഇത്ര ഈ കർമ്മം മാത്രമല്ല നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടം, സാമ്പത്തിക അധപ്പതനം, ഈ കടങ്ങൾ കയറുക, അതിൽ നിന്ന് കുറേ ആപത്തുക്കൾ ഉണ്ടാവുക, നമ്മുടെ വീട്, കാര്യങ്ങൾ, മറ്റു വിഷയങ്ങളെല്ലാം നഷ്ടപ്പെടുക. ഇതാണ് ഇത്ര ഈ ബാധാമൂർത്തികളുടെ ദുരിതം. ആ ബാധാമൂർത്തികളുടെ ബന്ധങ്ങൾ ചിലപ്പോൾ ഒരു നിലയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ആവാം. നമ്മുടെ തന്നെ ബന്ധപ്പെട്ട കുടുംബക്ഷേത്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിൽ നിന്നോ നമ്മുടെ ഉപാസനകളിൽ നിന്നോ ഇവിടെ നിന്നൊക്കെ ബന്ധപ്പെട്ടാവാം. ഇനി മറ്റു ചിലത് നമ്മുടെ തന്നെ ചില ഈ പരിചയങ്ങളിൽ നിന്നാവാം, സുഹൃത്ത് വിഷയങ്ങളിൽ നിന്നാവാം. അതും നമ്മുടെ ഭാഗത്തുണ്ടായിട്ടുള്ള തെറ്റുകൊണ്ടാവാം. അത് മറ്റ് ഗ്രഹങ്ങളുടെ ദൃഷ്ടി കൊണ്ടാണ് ഇത്ര ഇവിടെയൊക്കെ വരാറുള്ളത്. ഈ മറ്റൊരു പ്രമാണത്തിൽ ഇങ്ങനെ പറയണ്ടായി, ചരരാശികതയെ ലഗ്നേത രാസ്യുദയോദയമതേ ലഗ്നേ സഹിതഭാവേച്ച ദേവതാ ദർശനാധുരിജ. നല്ല ദേവൻ്റെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ നല്ല ദേവൻ്റെ വിഷയം കൊണ്ടും അവിടെ ആപത്തുക്കളുടെ സൂചന പറഞ്ഞിട്ടുണ്ട്. അത് വലിയ അത്ഭുതമല്ലേ ശരിക്കും. ജ്യോതിഷം നമ്മളെല്ലാവരും ഇത്ര ബഹുമാനിക്കുന്ന ആ ശാസ്ത്രത്തിൽ പോലും വിശേഷപ്പെട്ട് നല്ല ദേവതയാണെങ്കിലും നമ്മൾ ആരാധിക്കേണ്ടുന്ന രീതിയിൽ ആരാധിച്ചില്ലെങ്കിൽ അവിടെ തെറ്റുണ്ടാവും. ആ ദേവതയിൽ നിന്ന് ദുരിതം ഉണ്ടാവും. ആ ദുരിതം ഒരു പക്ഷേ നമ്മളെവിടേക്കും എത്തിക്കാതെ നശിപ്പിച്ച് കളയും. അതിൻ്റെ തെളിവാണ് ശരിക്കും ആ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ ശരിക്കും പറയേണ്ടത് ഇത്രേ, ഈ ദുരിതത്തിന് പ്രത്യേകാൽ ഒരു നാശത്തിനോ ഒരു അഗ്നിഭയം പോലെ അല്ലെങ്കിൽ ഒരു വലിയൊരു ചൂട്, വലിയൊരു തീഗോളത്തിലേക്ക് നമ്മൾ വീഴുന്ന പോലെ ആപത്തതിൽ അനുഭവിക്കാൻ പറ്റും. അതിൻ്റെ ബന്ധമൊക്കെ ആവാം. ചിലപ്പോൾ ഈ വലിയൊരു അത്യാപത്തിൻ്റെ ബന്ധമായിട്ടാവാം. ചിലപ്പോൾ ഈ ചൊവ്വയുടെ ബന്ധമൊക്കെ അതിൽ നേരിട്ട് വരാൻ കാരണം. ഈ ചൊവ്വയുടെ ബന്ധം വന്നു കഴിഞ്ഞാൽ അത് ദുരിതങ്ങൾക്കോ ബാധാമൂർത്തികളുടെ ബന്ധത്തിനുള്ളതായിട്ടുള്ള കാരണം അവിടെ കൊണ്ട് പറയാത്രേ. ഈ ബാധാമൂർത്തികളുടെ ഒട്ടനവധി വിഷയങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ദേവതകളുടെ സ്വഭാവം അനുസരിച്ച് ദേവതകളുടെ ആ ഒരു കർമ്മ, അവരുടെ നിയോഗം, എന്തിനാ അവരുടേതായിട്ടുള്ള അവതാരം ഉണ്ടായിരിക്കണോ, അത്തരം വിഷയങ്ങളെ കൊണ്ട് മറ്റു ചില വിഷയങ്ങളുണ്ടാവാറുണ്ട്. അവിടെയും നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റും. നമുക്ക് ഓരോ രാശികളുടെ സ്വഭാവത്തിലും ആ ഗ്രഹം നിൽക്കുന്ന ഓരോ രാശികളുടെ സ്വഭാവത്തിലും ആ രാശികളുടേതായിട്ടുള്ള മറ്റ് ദ്രേക്കാണാദി ചിന്തകൾക്ക് പോയി കഴിഞ്ഞാൽ ആ ദേവതയുടെ സ്വഭാവം, ആ ദേവത എന്തുദ്ദേശിക്കുന്നു, ആ ദേവത എന്ത് ചെയ്യാൻ പോകുന്നു, ഇത്തരം വിഷയങ്ങൾക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അതൊക്കെ അതിൻ്റെ ആഴത്തിലേറിയ ചിന്തകളാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഇത്ര കിട്ടുന്നത്. ആ വ്യക്തി ഇനി വളരാൻ സാധ്യതയുണ്ടോ?
അത് നമുക്ക് ഇത്തരം ആഴത്തിലേക്ക് പോണേക്കാളും മുമ്പ് ഒരു കാര്യം അവിടെ നിന്ന് എടുക്കാൻ പറ്റും. എന്ത് ഇരന്തേ ഈ ലഗ്നേഷ ബന്ധുര്യ ബാധകേശോരെന്തും നിഹന്തും ഇത് സസ്യശത്രു എന്നുള്ളതായിട്ടുള്ള ഒറ്റ നിയമം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ആഴത്തിലേക്കുള്ള ചിന്തയാണ് നമുക്ക് പിന്നീട് പോണത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കർമ്മത്തിലുണ്ടായിട്ടുള്ള ബന്ധനം എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി, ഏത് തലത്തിലേക്ക് അത് പോവും, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, ഇത്തരം വിഷയങ്ങൾക്ക് നമുക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ടാക്കാൻ പറ്റും. ഈ ധാരണ എന്നുള്ളത് ഒരിക്കലും ഒരു മിഥ്യയായിട്ടുള്ള വിഷയമല്ല. അതായത് ഇത് നടക്കുമോ നടക്കില്ല എന്നുള്ളതല്ല, നമുക്ക് സാധിപ്പിക്കുന്ന വിഷയങ്ങളാണ്. അതിനനുയോജ്യമായിട്ടുള്ള കർമ്മങ്ങളുണ്ടല്ലോ. നമുക്ക് സാത്വികമായിട്ട് രീതിയിൽ പോവുകയാണെങ്കിൽ, ആ നല്ല ദേവതകളുടേതായിട്ടുള്ള പ്രീതിക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നമുക്ക് മറ്റ് ഈ വിഷ്ണുവചനം കൊണ്ടോ അല്ലെങ്കിൽ സുദർശനമായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ടോ ഈ സുഹൃതമായിട്ടുള്ള വിഷയങ്ങളെ കൊണ്ടോ ഈ ആപദ്യുദ്ധാരണ സൂക്താദികളെ കൊണ്ടോ നമുക്ക് നല്ലൊരു പക്ഷത്തിലേക്ക് എത്താൻ പറ്റും. ഇതൊക്കെ നമ്മൾ നിരന്തരം ചെയ്യുക. ഇതൊക്കെ നല്ല കൃത്യമായിട്ട് നല്ല വ്യക്തികളെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ദേവനെ ആരാധിക്കുന്ന എല്ലാവരും നല്ലവരാണ്. ഈ ദേവനെ ആരാധിക്കാനുള്ളതായിട്ടുള്ള ഇത് ആചാര സംസ്കാരങ്ങൾ അറിയുന്നവരാണ്. ആ ആചാര സംസ്കാരങ്ങൾ അറിയുന്നവനാണ് നല്ല വ്യക്തി എന്നൊക്കെ പല വിഷയങ്ങളിലും. ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് പോകണില്ല, മറ്റ് ചില തർക്കങ്ങളിലേക്ക് ആവും. പക്ഷേ അപ്പോൾ നല്ല കാര്യം ആ ദേവനെ ആരാധിക്കാനും ദേവതാ വിഷയങ്ങളിലേക്ക് പോകാനും ഉള്ളതായിട്ടുള്ള ആ വ്യാപ്തിയുള്ള ജനങ്ങളെ കണ്ടെത്തി നമ്മൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. ദൈവികമായിട്ടുള്ള ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതൊന്ന്. ഇനി മറ്റേത് നമ്മൾ പറഞ്ഞത് ആ ബാധാമൂർത്തികളുടെ ബന്ധം എന്നാണ്. അവിടേക്ക് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ ബാധാ വിഷയങ്ങളിൽ പറയുന്നുണ്ട്, ബാധാസ്ഥാനകതേ സൂര്യേ ശൈവഭൂതാനി പീഡനം ചന്ദ്രേ ദുർഗാകൃതം രോഗം ധർമ്മദേവകൃതം ഗതം ഭൗമേ സ്കന്ധാകൃതം എന്നുള്ളതായിട്ടുള്ള വിഷയങ്ങളെന്ന് പറയുന്നുണ്ട്. ഇതേ ദേവതകൾക്ക് തന്നെ ബാധാ വിഷയങ്ങളോടെ പറയുന്നുണ്ട്, ബാധാബന്ധങ്ങൾ പറയുന്നുണ്ട്, ഒരേ ദേവതകൾക്ക് തന്നെ ബാധാ ക്ലേശതകൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. ശ്രദ്ധിക്കേണ്ടുന്ന വിഷയമാണ്. അവിടെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ദേവതയുടെ സ്വഭാവവും ദേവതയുടെ രീതികൾ പറഞ്ഞ് നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ ആ ദേവതയുടേതായിട്ടുള്ള ഒരു നമ്മൾ പറയില്ലേ പച്ചമലയാളത്തിൽ തിരിച്ചടി കിട്ടാനുള്ളതായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മറ്റൊരാൾക്ക് ആപത്തിനായിട്ടൊന്നും ചെയ്യരുത്. നമ്മുടെ സ്വസ്ഥതയ്ക്കും നമ്മുടെ അഭിവൃദ്ധിക്കും മാത്രമായിട്ടേ നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപത്തുകൾ പോവുക മാത്രമല്ല, നമുക്ക് മറ്റുള്ളവരിൽ നിന്നും കൂടെ അനുഗ്രഹം ഉണ്ടാവും. മറ്റുള്ളവർ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്താലും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതിനു വേണ്ടുന്ന കർമ്മങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഈ ബാധാ വിഷയത്തിൽ പറയുന്ന കുറേയധികം വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ജ്യോതിഷ വിഷയത്തിൽ പോകുമ്പോൾ കുഷ്മാണ്ഡീയ ബലി, ഈ കുഷ്മാണ്ഡ ഹോമം മുതലായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരത്തിലൊക്കെ വരാറുണ്ട്. പക്ഷേ അത്തരം വിഷയങ്ങൾ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ചില കർമ്മങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനെ സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം വിഷയങ്ങൾ നല്ലതാണ്, ശരിക്കും പോസിറ്റീവാണ് അത് ശരിക്കും. കാരണം പോസിറ്റീവ് എന്ന് പറയാൻ കാരണം നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ആ ദുരിതങ്ങൾക്കുള്ളതായിട്ടുള്ള പ്രായശ്ചിത്തം അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതും ശരിക്കും നമുക്ക് അപ്ലിക്കബിളാണ് ഇത്തരം കാര്യങ്ങളിൽ. ഇനി മറ്റൊരു വിഷയം പറയുമ്പോൾ ഈ ദേവതയുടെ, അപ്പോൾ അത് സർവ്വ വിഷയങ്ങൾക്കുള്ളതായിട്ടുള്ള പരിഹാരമാണത്. ഇനി മറ്റൊരു രീതിയിൽ സർവ്വ പരിഹാരം ഇവിടെ മൃത്യുഞ്ജയ ഹോമം എന്നുള്ളതായിട്ടുള്ള വിഷയത്തിലും പറയുന്നുള്ളൂ. സർവ്വരുചാം ശാന്തി എന്നുള്ളതായിട്ടുള്ള വിഷയം കൊണ്ട് എല്ലാ ആപത്തുകൾക്കും മറ്റ് കഠിനമായിട്ടുള്ള ബാധാദോഷങ്ങൾക്കും മൃത്യുഞ്ജയ ഹോമത്തിൻ്റെ പരിഹാരം അവിടെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതും ഒരു സർവ്വ വിഷയങ്ങൾക്ക് നമുക്ക് പരിഹാരമായിട്ട് അതും ചെയ്യാവുന്നതാണ്. ഇതിനൊക്കെ പുറമേ ഞാൻ പറയണതാണ്, ഇതൊക്കെ സർവ്വകാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കതീന്നും ഇതൊക്കെ ഒരാൾ ആപത്തിൽ പെട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നിട്ടും നമുക്കതിന് പരിഹാരം ഇല്ലെങ്കിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ കൃത്യമായിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ പരിഹരിക്കണം. അത് പല ആവശ്യങ്ങൾക്കാവേ ആ ആദ്യം പറഞ്ഞതായിട്ടുള്ള നിയമം കൊണ്ട് ഇവരെന്തിനത് ചെയ്തു എന്നുള്ളതായി, അല്ലെങ്കിൽ എന്തിനാണ് നമുക്ക് ഈ ആപത്ത് നമുക്ക് എന്തുകൊണ്ട് വന്നു, എന്താണ് ആ ആപത്ത് വരാനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മുടെ നാശത്തിനായിട്ടാണോ, നമ്മുടെ നാശം കൊണ്ട് മറ്റൊരാൾക്ക് സന്തോഷം ഉണ്ടാവാനായിട്ടാണോ, അല്ലെങ്കിൽ നമ്മുടെ നാശം കൊണ്ട് നമ്മുടേതായിട്ടുള്ള അഭിവൃദ്ധി അവർക്ക് കിട്ടാനാണോ, ഇനി നമ്മളെ നശിപ്പിക്കാനാണോ, നമ്മുടെ മാനസികമായിട്ടുള്ള സമാധാനം നശിപ്പിക്കാനാണോ? ഓരോ കാര്യങ്ങൾക്കും ഓരോ രീതിയിലും മറ്റു ചിലർ പ്രവർത്തിക്കുന്നത്. അതൊക്കെ ദുരിതമാണ് ശരിക്കും. അവർക്കും ദുരിതമാണ്, അവരുടെ വർഗത്തിനും കേടാണ്. അത് അവർക്ക് മനസ്സിലാവണില്ല. ഒരു താൽക്കാലികമായിട്ടുള്ള കാലഘട്ടത്തിൻ്റെ സമാധാനം മാത്രമാണ് അവർ ശരിക്കും ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കതൊക്കെ വിട്ടിട്ട് നമ്മൾ സാത്വികമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് ഈ ദുരിതത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അത് എങ്ങനെയെന്നുള്ള വിഷയം നമുക്ക് വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ടത് പ്രശ്നത്തിലൂടെയാണ്. അപ്പോൾ ഈ ജാതകം കൊണ്ടും പ്രശ്നം കൊണ്ടും ചിന്തിക്കേണ്ടുന്ന വിഷയങ്ങളിൽ സമാനതകൾ ഉണ്ടെന്നാണല്ലോ ശരിക്കും ജ്യോതിഷപ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ചിന്തിക്കാം. ഇനി അതിൽ നിന്നൊക്കെ നമുക്ക് ചിന്തിച്ച് പോകേണ്ടുന്ന വിഷയങ്ങളാണ് ഇത്ര. ഒരു വ്യക്തിയെ സംബന്ധിച്ചതായിട്ടുള്ള ദുരിതങ്ങളും പ്രശ്നങ്ങളും എത്രത്തോളുണ്ട്, അതിൽ ആ ദുരിതം എന്നുള്ളത് ശാപതാപാദികളായിട്ടാണോ? മറ്റോടത്തൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ജപഹോമാർച്ചനാദിപി എന്നുള്ളതായിട്ടുള്ള നിയമം കൊണ്ട്
ആ ദുരിതങ്ങൾ മാറാനായിട്ട് ജപം കൊണ്ടും ഹോമം കൊണ്ടും അർച്ചന കൊണ്ടും ഔഷധം കൊണ്ടും ആയുർവേദ വിഷയങ്ങളെ കൊണ്ടും പിന്നെ മറ്റു ചില വിഷയങ്ങളിൽ പറയണു പ്രാർത്ഥന കൊണ്ടും ജപം കൊണ്ടും ഇതിനെ കൊണ്ടൊക്കെ പരിഹാരം ഉണ്ടാവാമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്തെന്ന് മനസ്സിലാക്കി എങ്ങനെ പരിഹരിക്കാമെന്ന് മനസ്സിലാക്കി നമ്മളതിന് പരിഹാരം ചെയ്യുകയാണെങ്കിൽ എത്ര വലിയ ദുരിതങ്ങളാണെങ്കിലും അത് മാറാനായിട്ട് സാധിക്കും. നമുക്ക് അതിനു വേണ്ടി നമുക്കൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രയത്നിച്ച് നോക്കാം. നന്ദി.